Welcome to Leeds College online class. Social Science Part 2, Geography, 5th chapter, Ocean and Man. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഷ്യൻ ആൻഡ് മാൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ? ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ടില്ലേ? അപ്പോൾ അതിൽ വെച്ച് നമുക്ക് തുടങ്ങാം. നമുക്കിന്ന് പഠിക്കാനുള്ളത് മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ. സീ വാട്ടറിലെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർത്തെടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോകാം, നമ്മുടെ മൂവ്മെൻറ്റ്സിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? അപ്പം when viewed from the space, the earth looks like a vast expanse of water. The continents appear as land masses projected in between nearly 71% of the earth's surface area is covered with water. Land is confined to the remaining 29%. നമുക്കറിയാം 71% ആണ് വാട്ടർ എന്ന് പറയുന്നത്. 71%. 29% ആണ് എന്ത്? ലാൻഡ് മാസസ്. അപ്പോൾ നമുക്കറിയാം എർത്തിലെ വലിയൊരു ഭാഗത്ത് എന്താണുള്ളത്? വാട്ടറാണുള്ളത് അല്ലേ? അപ്പോൾ ഇത് എവിടെയാണുള്ളത്? ഓഷ്യൻസിലാണ്. ഓഷ്യൻസ് ഒക്യൂർ ബിറ്റ്വീൻ ദ ലാൻഡ് മാസസ്. അതായത് കരഭാഗത്തിനിടയിൽ വലിയ രൂപത്തിൽ എന്ത് കാണുന്നു? ഓഷ്യൻസ് കാണുന്നു എന്നുള്ളതാണ്. ദ മേജർ ഓഷ്യൻസ് ആർ ദ പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ ആൻഡ് അന്റാർട്ടിക് ഓഷ്യൻ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈച്ച് ഓഫ് ദി അബോവ് ദ ഓഷ്യൻസ് കണ്ടെയ്ൻസ് ബേ ഓഫ് ബംഗാൾ, സ്ട്രെയ്റ്റ്സ്, പാക് സ്ട്രെയ്റ്റ് ആൻഡ് സെവറൽ സീസ്. അറേബ്യൻ സീ എക്സാമ്പിൾ. Oceans at a glance identify the location of each oceans from the world map. The Pacific Ocean, Atlantic Ocean and Indian Ocean, Arctic Ocean, Antarctic Ocean, Southern Ocean, etc. Define land masses, islands and peninsula, distribution of ocean temperature and salinity of sea water. Salinity means sea water is salty. The average amount of saltiness of sea water is 3.5%. This water can be purified by separating the salt from it, pure water. The concentration of salt content in sea water is known as salinity. The concentration of salt content in sea water is known as salinity. Salinity എന്ന് പറയുന്നത് ലവണത്വമാണ്, ഉപ്പിൻ്റെ അംശം. അപ്പോൾ ഒരു സമുദ്ര ജലത്തിൽ എത്രത്തോളം ഉപ്പിൻ്റെ അംശം ഉണ്ടോ അതെന്ത് ചെയ്യുന്നുണ്ട്? പല ഭാഗത്തും വ്യത്യസ്ത തോതിലായിരിക്കും. ഈ സാലിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? മേജർ പോർഷൻ ഓഫ് ദി സാലൈൻ വാട്ടർ കണ്ടെയ്ൻസ് സോഡിയം ക്ലോറൈഡ് ഉപ്പാണ്. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് എക്സ്ട്രാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. സാലിനിറ്റി. Point out the conditions, identify the two variations in the salinity. Salinity will be more in landlocked areas. Salinity increases in the of high evaporation areas. Salinity decreases in areas where snow melt water reaches in large quantity. Salinity decreases at river mouths and heavy rainfall leads to reduction in salinity. സാലിനിറ്റി ചില സ്ഥലത്ത് കൂടുതലും കുറവാണെന്നൊക്കെ പഠിച്ചു. ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അതായത് നമ്മുടെ സീ വാട്ടർ 3 ടൈപ്സ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ദ മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ, വേവ്സ്, ടൈഡ്സ്, ഓഷ്യൻ കറൻറ്റ്സ് ആർ ദ മൂവ്മെൻറ്റ് ഓഫ് സീ വാട്ടർ. 3 തരത്തിലാണുള്ളത് അല്ലേ? ഫസ്റ്റ് വേവ്സ്, ടൈഡ്സ്, ഓഷ്യൻ കറൻറ്റ്സ് ആർ ദ മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ. ഫസ്റ്റ് വേവ്സ് മീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ബീച്ചൊക്കെ കാണാൻ പോയ സമയത്ത് തിരമാലകൾ ഇങ്ങനെ ദൂരേന്ന് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ടാവും. എനിക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടി അതിനെ സയൻറ്റിഫിക് ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടാണ് എനിക്ക് നമ്മൾ കാണാൻ പോകുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് അതുകൂടി എന്ത് ചെയ്യുക, ഇനി നമ്മൾ പഠിക്കുന്ന കാര്യം കൂടി വെച്ച് നോക്കുക. എങ്ങനെയാണ് വാട്ട് ആർ സീ വേവ്സ്?
sea waves. Sea waves means the up and down motion of the water. Up and down motion of the water along the surface of the sea is called sea waves. The up and down motion of the water along the surface of the sea is called sea waves. ഉയർന്നു താഴ്ന്നിട്ടുള്ള അല്ലെങ്കിൽ നിമ്നോന്നത ചലനങ്ങളാണ് ഇത്, ജലത്തിൻ്റെ ചലനങ്ങളാണ് ഇത്, ഉയർന്നു താഴ്ന്നുള്ള ജലത്തിൻ്റെ ചലനങ്ങളാണ് ഇത് തിരമാല എന്ന് പറയുന്നത്. The up and down motion of the water along the surface of the sea is called sea waves. Sea waves means the up and down motion of the water along the surface of the sea is called sea waves. അല്ലേ, സമുദ്ര ജലോപരിതലത്തിലുള്ള ഉയർച്ച താഴ്ചയിലുള്ള ജലത്തിൻ്റെ ചലനങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തിരമാലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരമാലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, ഫീച്ചേഴ്സ് അല്ലേ. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. സീ വേവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് പിന്നെ നമുക്ക് ഈ സീ വേവ്സിന് കുറച്ച് പാർട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ദ സമ്മിറ്റ് ഓഫ് ദി വേവ് ക്രസ്റ്റ്, ഉയർന്നു കിടക്കുന്ന ഭാഗത്തെ the summit of the wave is known as crust. And next, vertical distance between the crust and throw, wave length or wave height ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതുപോലെ തന്നെ വേവ് ലെങ്ത് ഉണ്ട് പഠിക്കാൻ. ദ സമ്മിറ്റ് ഓഫ് ദി വേവ് ഈസ് നോൺ ആസ് വേവ് ക്രസ്റ്റ്. ഉയർന്ന ഭാഗത്തെ പറയുന്ന പേര്, അതായത് ഇതിങ്ങനെ താഴ്ന്നു പൊന്തിയല്ലേ വരുന്നത്. അപ്പോൾ ഈ ഉയർന്ന ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്? തിരമാലയുടെ ഉയർന്ന ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്? വേവ് ക്രസ്റ്റ് എന്ന് പറയുന്നു. വേവ് ക്രസ്റ്റ്. ദ സമ്മിറ്റ് ഓഫ് ദി വേവ് ഈസ് നോൺ ആസ് വേവ് ക്രസ്റ്റ്. ദ ബോട്ടം പാർട്ട് ഈസ് നോൺ ആസ് വേവ് ട്രോ. ഈ താഴ്ന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ട്രോ എന്ന് പറയുന്നു. വേവ് ട്രോ. The bottom part is known as wave trough. The distance between two adjacent crust, രണ്ട് ഭാഗം അല്ലെ, രണ്ട് ഉയർന്ന, one crust and two crust. The distance between two adjacent crust is wave length. രണ്ട് adjacent crust തമ്മിലുള്ള രണ്ട് crust തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നു. The distance between two adjacent crusts is known as wavelength, and the vertical distance between the crust and the trough is the wave height. ട്രോയും ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? വേവ് ഹൈറ്റ്. ഈ ഭാഗത്തിൽ the distance between two adjacent crust is known as wavelength. ഈ രണ്ട് ക്രസ്റ്റ്, അതായത് ഉയർന്ന തിരോന്നതികൾ തമ്മിലുള്ള ഈ ഉയർന്ന ഭാഗങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേര് വേവ് ലെങ്ത് ആണ്. ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്രസ്റ്റ് ആൻഡ് ദ ട്രോ ഈസ് നോൺ ആസ് വേവ് ഹൈറ്റ്. ഈ ട്രോയും ക്രസ്റ്റും തമ്മിലുള്ള ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? വേവ് ഹൈറ്റ്. നോക്കാം, ക്രസ്റ്റ്, ട്രോ, വേവ് ലെങ്ത് ആൻഡ് വേവ് ഹൈറ്റ്. അപ്പോൾ സാധാരണഗതിയിൽ തിരമാലകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഉയർന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരെന്ത് പറയുന്നു? ട്രോ എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് ഉയർന്ന ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ ഒരു തിരമാല അടുത്ത തിരമാല വരുന്ന സമയത്ത് ആ തിരമാലകൾ തമ്മിലുള്ള അകലത്തെ, ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോയിൽ അതേപോലെ തന്നെ ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വേവ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഒരു തിരമാലയ്ക്ക് പുറകിലെ അടുത്ത തിരമാല വരുന്നതാണോ അല്ലേ? അപ്പോൾ ഈ തിരമാലയും അടുത്ത തിരമാലയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വേവ് ലെങ്ത്. അപ്പോൾ താഴ്ന്ന ഭാഗത്ത് നിന്ന് ക്രസ്റ്റ് വരെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രോ അല്ലേ? എന്ത് വിളിക്കുന്നു?
വേവ് ഹൈറ്റ് എന്ന് വിളിക്കുന്നു. ഈ ഭാഗത്തിന് താഴ്ന്ന ഭാഗത്തിന് പറയുന്ന പേര് ട്രോ എന്നാണ്. ഉയർന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ക്രസ്റ്റ് ആണ്. അപ്പം ദ സമ്മിറ്റ് ഓഫ് ദി വേവ് മീൻസ് വേവ് ക്രസ്റ്റ്, bottom part of the wave means wave trough, and vertical distance between the crust and trough means wave height. Distance between two adjacent crust means wave length. Wave crust, wave length, crust and trough. Next, എന്തൊക്കെ റീസൺ ആയിരിക്കും നമ്മുടെ ഈ വേവ്സ് ഉണ്ടാവുക? സാധാരണഗതിയിൽ നമ്മൾ ഈ തിരമാലകളോ അല്ലെ വേവ്സ് കാണുന്ന സമയത്ത് ഇതെങ്ങനെ ഉണ്ടാവുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ചില കുട്ടികളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിച്ച് നോക്കാം അല്ലേ. ദ ഫ്രിക്ഷൻ എക്സർട്ടഡ് ബൈ വിൻഡ്സ് ഓൺ ദ ഓഷ്യൻ സർഫേസ് ഈസ് ദ റീസൺ ഫോർ വേവ്സ്. വേവ്സ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഫ്രിക്ഷൻ എക്സർട്ടഡ് ബൈ വിൻഡ്സ്. ഫ്രിക്ഷൻ എക്സർട്ടഡ് ബൈ wind. Friction exerted by wind. Friction exerted by wind on the ocean surface is the reason for waves. Waves ഉണ്ടാകാനുള്ള കാരണം കാറ്റുകൾ സമുദ്രജലോപരിതലത്തിൽ നടത്തുന്ന ഘർഷണമാണ്, ഫ്രിക്ഷനാണ്. The friction exerted by winds on the ocean surface is the reason for waves. അപ്പോൾ കാറ്റുകൾ സമുദ്രജലോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ഫ്രിക്ഷൻ, ഘർഷണമാണ്. സമുദ്രജലോപരിതലത്തിൽ എന്ത് ചെയ്യുന്നു? കാറ്റുകൾ വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. അങ്ങനെ എന്തുണ്ടാവുന്നു? വേവ്സ് ഉണ്ടാവും. നമുക്കറിയാം പൊതുവെ കരഭാഗത്തുള്ളതുപോലെ മരങ്ങളോ അതുപോലെ കെട്ടിടങ്ങളോ ഇതൊന്നും ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് വേവ്സിൻ്റെ ഫ്രിക്ഷന് കുറവായിരിക്കും ഇവിടെ നമ്മുടെ ഓഷ്യൻ സർഫേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേവ്സിന് ഭയങ്കര സ്പീഡായിരിക്കും. അത് ഇവിടെ എന്തുകൂടി ചെയ്യുന്നു? ആകെയുള്ള വാട്ടർ സർഫേസിലേക്ക് വന്നുകൊണ്ട് ഫ്രിക്ഷൻ നടത്തുന്നു. അതെന്തിന് കാരണമാവുന്നു? മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ. The friction exerted by winds on the ocean surface is the reason for waves. As the speed of the winds increases, the strength of the waves increases. The strength of the waves also increases. As the speed of the wind increases, the strength of the waves also increases. പൊതുവെ കാറ്റുകൾക്ക് സ്പീഡ് കൂടുകയാണെങ്കിൽ എന്തിനൂടെ സ്പീഡ് കൂടും? തിരമാലകൾക്ക് കൂടെ സ്പീഡ് കൂടുന്നു എന്നുള്ളതാണ്. Strong waves generated as a result of severe wind, such as cyclones and anticyclones, formed cyclones and anticyclones, shelving of shores. You might have read the news in dailies or headline news regarding the sea surges during the southwest monsoon winds. Low pressure area developed, cyclones developed in Bay of Bengal, Arabian Sea, etc. This sea surge caused severe damage along the shores. Some measures are taken to prevent damage to and protect the lives of the people living in the coastal regions or coastal areas. പൊതുവെ വേവ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? സം മെഷേഴ്സ് ആർ ടേക്കൺ ടു പ്രിവെൻറ്റ് ഡാമേജ് ടു പ്രൊട്ടക്റ്റ് ദ ലീവ്സ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്. അതായത് തീരപ്രദേശത്തിലെ ആളുകളെ തിരമാലകളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പരിശോധിക്കുവാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു what do you mean by sea waves, features of sea waves and reason for waves. Next, some measures are taken to prevent damage to protect the lives of the people living the coastal areas. First point, depositing boulders along the shores. Boulders വലിയ കല്ലുകളാണ്, വലിയ പാറക്കല്ലുകൾ ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. നമ്മുടെ എലോങ് ദ സീഷോർ ബീച്ചുകൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ശക്തമായ തിരമാലകൾ അടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. ശക്തമായ തിരമാലകൾ അടിച്ചിട്ട്
എന്തുണ്ടാവാൻ പാടില്ല, ഇതേപോലെ നമ്മുടെ തീരപ്രദേശങ്ങൾ നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ഡിപ്പോസിറ്റിംഗ് ബൗൾഡേഴ്സ് അലോങ് ദ സീഷോറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിക്ഷേപിക്കുന്നു? പാറകൾ നിക്ഷേപിക്കുന്നു. സെക്കൻഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ഇന്റർലോക്കിംഗ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. കൺസ്ട്രക്ഷൻ ഓഫ് ഇന്റർലോക്ക് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. പുലിമുട്ട്. സെക്കൻഡ്, പുലിമുട്ട് എന്ന് പറയുന്നത് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, കല്ലൊക്കെ പോലുള്ള അങ്ങനത്തെ വലിയ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് എവിടെ നിക്ഷേപിക്കുന്നു? കോസ്റ്റൽ ഏരിയാസിലൊക്കെ നിക്ഷേപിക്കുന്നു. വലിയ തോതിൽ എന്തുള്ള സീ സർജുള്ള എന്താണ് വലിയ തോതിലുള്ള സ്ട്രോങ് വേവ്സ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് സിവിയർ വിൻഡ്സ് such as cyclones causes. These sea surges cause severe damage, prevent human life. First, depositing boulders along the seashore. Second, construction of interlocking concrete structure, pulimuttu. And third, planting of mangroves. Planting of mangroves എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ അല്ലെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാംഗ്രോവ്സ് ഉള്ളൊരു ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. തലശ്ശേരിക്കടുത്തൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. തീരപ്രദേശത്ത് വലിയ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കുക മാംഗ്രോവ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ മാംഗ്രോവ്സ് ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ഞാനത് ആ ഭാഗം വിശദീകരിക്കുന്നത്. മാംഗ്രോവ്സ് എന്ന് പറയുന്നത് അതിൻ്റെ താഴ്ഭാഗവും അല്ലേ, വേരുകൾ ഉൾപ്പെടുന്ന ഭാഗം ഒരു ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ മുകൾ ഭാഗം എന്താണ്? ഇതേപോലെ മറ്റൊരു ആവാസ വ്യവസ്ഥയാണ്. കിളികൾക്കൊക്കെ നിൽക്കാൻ പറ്റിയ മറ്റ് ശുദ്ധജല മത്സ്യങ്ങൾക്കും അതേപോലെ തന്നെ സമുദ്രജല മത്സ്യങ്ങൾക്കും ചെറിയ ചെമ്മീൻ പോലുള്ള മത്സ്യങ്ങൾക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് അതിൻ്റെ വേരുകൾ. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കടൽ തീരത്ത് ഇത് വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ശക്തമായ തിരമാലകൾ വന്നാലും ഇതിന് കൂടുതൽ വേരുകൾ ഉള്ളത് കൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാൻഗ്രോവ്സ് വെച്ച് പിടിപ്പിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെയൊക്കെ ചിത്രമുണ്ട്. Depositing boulders along the seashore and construction of interlocking concrete structure, planting of mangroves. 3 picture. അപ്പോൾ ഇത്രയാണ് ഇത്. Prevent measures are taken to prevent damage and to protect the lives of people living in the coastal areas. Next, ഇതാ നമ്മൾ ബീച്ചൊക്കെ കാണുന്നതാണ് അല്ലേ. ബീച്ചിൽ പിന്നെ എന്ത് നിക്ഷേപിക്കാറുണ്ട്? ബീച്ചിൻ്റെ സൈഡിൽ മണൽ അല്ലേ, സാൻഡ് വന്നടിയാറുണ്ട്. അപ്പം അത്തരം കൂടുതലായിട്ട് നിക്ഷേപിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. പൊതുവെ വലിയ തിരമാലകൾ എന്ത് ചെയ്യുന്നു, വലിയ തിരമാലകൾ അവിടെയുള്ള ബീച്ചിനെ മണ്ണിനെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുക ചെയ്യാം. ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആരാ? സ്മോൾ സീ വേവ്സ് ആണ്. ബിഗ് സീ വേവ്സ് എന്ത് ചെയ്യുന്നു, അതിനെ ഡാമേജ് വരുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാൻഡ് moved back and forth by the waves is deposited as sandbars due to the particles being blocked by each other. This is the solution by nature to protect the shores from sea surge. അപ്പം പ്രകൃതി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കടൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കരഭാഗത്തെ ഇടിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സിസ്റ്റം. നാച്ചുറൽ പ്രൊട്ടക്റ്റിംഗ് ഷോസ് ഫ്രം സീ സർജ്. അത് ആ ഒരു മെഷർ അവർ തന്നെ ചെയ്യുന്നുണ്ട്, നമ്മുടെ സീ തന്നെ ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്, ബീച്ച് എന്ന് പറയുന്നത്. കുറേ ബീച്ചുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ 2nd ചാപ്റ്റർ പഠിച്ചതാണ്. കോവളം അല്ലേ, മുയിപ്പിലങ്ങാട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ചെറിയ തിരമാലകൾ സ്മോൾ വേവ്സ് ഉള്ള ഒരു മേഖലയാണ് ഇത് മുയിപ്പിലങ്ങാട് എന്ന് പറയുന്നത്. പിന്നെ സാൻഡ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു, അവിടെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ദിസ് ഈസ് ഒരു സൊല്യൂഷനാണ്. ദിസ് ഈസ് ദ സൊല്യൂഷൻ ബൈ നേച്ചർ ടു പ്രൊട്ടക്ട് ദ ഷോർസ് ഫ്രം ദ സീ സർജ്. യു ഹാവ് ഹിയർഡ് ഓഫ് ദി സുനാമി. Tsunami waves that hit the Kerala coast in 2004 December 26. The earthquakes and volcanoes on the ocean floor in Sumatra generate monstrous waves that are disastrous. Such sea waves are known as seismic sea waves.
or tsunami. Tsunami means harbor waves, is a Japanese word. These waves more at a speed of up to 800 km/h. അതായത് ശക്തമായ തിരമാലകൾ ഉണ്ടാവാറുണ്ട്. 2004 സുമാത്ര ദ്വീപിൽ ഉണ്ടായിട്ടുള്ള സുനാമി, അതെന്തിനു കാരണം? സുമാത്ര ദ്വീപിലെ സുനാമിയും അതിന് കൂടെ പിന്നെ സുമാത്ര എന്ന് പറയുന്ന സ്ഥലത്തിനോടനുബന്ധിച്ചിട്ട് ഓഷ്യൻ ഫ്ലോറിൽ എന്തുണ്ടായി? എർത്ത് ഉണ്ടായി. അതെന്തിനു കാരണമായി? സുനാമിക്ക് കാരണമായി. ലോകത്തെല്ലാ പിന്നെ സീനെ ബാധിച്ചു, എല്ലാ പ്രദേശങ്ങളെയും ബാധിച്ചു, നമ്മളെ കൂടുതലായിട്ട് ബാധിച്ചു. ഇതെന്താണ്? 800 km/h സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കടന്നു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വേവ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസാസ്റ്റർ വേവ്സ് ആയിട്ടുള്ള സീ വേവ്സ് ആയിട്ടുള്ള സുനാമി കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സുനാമി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വേവ്സിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം മൂവ്മെൻറ്റ്സിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് വാട്ട് ആർ സീ വേവ്സ്? Features: wave height, wave throw, wave length, wave crest, wave height. Reason for waves: the friction exerted by winds on the ocean surface is the reason for waves, and some measures are taken to prevent damage and protect the lives of the people living in the coastal regions. And another features, just a tsunami. Next, prepare a note on mud bank. Mud bank means chagara. Mud bank. മഡ് ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആദ്യം പറഞ്ഞു തരാം, മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ നമ്മുടെ അറബിക്കടലിലും അതേപോലെ തന്നെ ബേ ഓഫ് ബംഗാളിലൊക്കെ, പ്രത്യേകിച്ച് അറബിക്കടലിലാണ് കൂടുതലായിട്ട് കാണപ്പെടാറ്. സൗത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പിന്നെ മൺസൂൺ കഴിഞ്ഞിട്ട് ഈ കടലിലുള്ള ചെളി നിറഞ്ഞ പ്രദേശങ്ങളെല്ലാം അതെല്ലാം കൂടി ഒന്നിച്ചു കൂടും, ചെളിയൊക്കെ. അപ്പോൾ അതിനെ തിന്നാൻ വേണ്ടിയിട്ട്, ചെളി ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്ലവകങ്ങൾ എന്ന പേരുള്ള ജലത്തിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യുന്നു? ഈ ചളി തിന്നാൻ വേണ്ടിയിട്ട് വരുന്നു. അതിനെ തിന്നാൻ ആര് വരുന്നു? മത്തി അയിലൊക്കെ വരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ മഡ് ബാഗ് ഉണ്ടാക്കുന്നത്. മഡ് ബാങ്ക് ഈസ് ഫിനോമിനൻ ദാറ്റ് ഡെവലപ്സ് ഇൻ ദ അറേബ്യൻ സീ ഡ്യൂറിങ് ദ ഓൺസെറ്റ് ഓർ ആസ് ദ എൻഡ് ഓഫ് ദി മൺസൂൺ സീസൺ. Plavagas or planktons grow luxuriantly in the turbulent muddy water along the seashore during the monsoon rains. Schools of fish such mackerel, sardine, shrimp arrive to feed on the planktons and the mud, giving fishermen a good catch. This phenomenon is known as mud bank. അല്ലേ? ഈ മത്സ്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ കടലിനോട് ചേർന്ന അതായത് തീരത്തോട് ചേർന്ന പ്രദേശത്താണ് ഉണ്ടാവാറ്. അത്തരം സ്ഥലങ്ങളിൽ എന്തുണ്ടാവുന്നു? ചാകര എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ചാകര എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുന്നു. നെക്സ്റ്റ്, മൂവ്മെന്റ്സ് ഓഫ് സീ വാട്ടർ. ഫസ്റ്റ് വേവ്, സെക്കൻഡ് ടൈഡ്സ്. What do you mean by tides? Tides are the periodic rise and fall of water level in the ocean. അതായത് ഓഷ്യൻ സർഫേസിലെ വാട്ടർ ചില പ്രത്യേക സമയത്ത് എന്ത് ചെയ്യുന്നു? കരയിലേക്ക് കയറി വരുന്നു കൂടുതലായിട്ട്, ഒരു മാസത്തെ ചില സമയത്തൊക്കെ. അതേപോലെ എന്ത് ചെയ്യുന്നു? ചില മാസങ്ങളിൽ കുറച്ചിറങ്ങി പോകുന്നു, അല്ലെങ്കിൽ തിരമാലകളോട് കൂടിയിട്ടാണ് ഇത് കയറി വരിക, അതേപോലെ തന്നെ ഇറങ്ങി പോകുന്നു എന്നുള്ളതാണ്. ടൈഡ്സ് ആർ ദ പീരിയോഡിക് റൈസ് ആൻഡ് ഫാൾ ഓഫ് വാട്ടർ level on the ocean. The rise in the level of ocean water is the high tide. The lowering of the water level is known as low tide. Tides are divided into two types. First, high tide and low tide. High tide and low tide. Tides are the periodic rise and fall of water level in the ocean.
The rise in the level of ocean water is high tide and the lowering of the water is known as the low tide. Low tide ഉം high tide ഉം. അതായത് high tide എന്ന് ഉദ്ദേശിക്കുന്നത് ജലനിരപ്പിൻ്റെ ഉയർച്ച. The rise in the level of ocean water is the high tide. Low tide എന്ന് ഉദ്ദേശിക്കുന്നത് the lowering of the water level is known as the low tide. Low tide എന്ന് ഉദ്ദേശിക്കുന്നതാണ് വാട്ടർ ലെവൽ ഇങ്ങനെ താഴ്ന്നു പോകുന്നതിന് എന്ത് പറയുന്നു? Low tide എന്ന് പറയുന്നു. High tide എന്ന് പറയുന്നത് എന്താണ്? The rise in the level of ocean water is known as high tide. High tide ഉം low tide ഉം. Let's look into the reasons for tides. The figure 5.4 tides. Tides are formed as a result of the gravitational pull exerted by the moon and the sun along the centrifugal force due to the earth rotation. അപ്പോൾ ഈ ടൈഡ്സ് ഉണ്ടാകാൻ വേണ്ടി 2 reasons ആണ് നമ്മൾ പറയാനുള്ളത്. ഫസ്റ്റ്, gravitational pull exerted by the moon and the sun along with the centrifugal force due to the earth rotation. Earth rotationൻ്റെ ഭാഗമായിട്ടുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ പുള്ള്, അതായത് പിന്നെ സണ്ണിൻ്റെയും മൂണിൻ്റെയും ഗ്രാവിറ്റേഷണൽ പുള്ള് നോക്കാം എന്താണെന്ന്. അതായത് എർത്തിനോട് വളരെ അകലെയാണ് ആരുള്ളത്? സണ്ണുള്ളത്. വളരെ അടുത്താണ് ആരുള്ളത്? മൂണുള്ളത്. എർത്ത്, സൺ, മൂൺ. അപ്പം ഈ എർത്തിനോട് ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷണൽ പുള്ളുള്ളത് നമുക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മൂണിനായിരിക്കും. അകലെ സ്ഥിതി ചെയ്യുന്ന ആര് കൂടെ ഉണ്ടാവും? സണ്ണിനൂടെ ഉണ്ടാവും. ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ടൈഡ്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ പുൾ എക്സർട്ടഡ് ബൈ ദ മൂൺ ആൻഡ് ദ സൺ along with the centrifugal force due to the earth rotation. Gravitational pull exerted by the moon and sun along with the centrifugal force due to the earth rotation. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. എന്താണ്? ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. ഗ്രാവിറ്റേഷണൽ പുൾ സൺ ആൻഡ് മൂൺ. സണ്ണും മൂൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എർത്തിനെ ആകർഷിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൂണിൻ്റെ ആകർഷണമാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? മൂണിനോട് ചേർന്ന് ഫുൾ മൂൺ ഉള്ള സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ഭാഗം മൊത്തം, ഇവിടുത്തെ വാട്ടർ മൊത്തം അങ്ങോട്ട് പോകുന്നു, മൂണുള്ള സൈഡിലേക്ക് പോകുന്നു. കൂടെ ആരൂടെ ചെയ്യുന്നു? സണ്ണ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷൻ പുള്ള് അല്ലെ ആകർഷണ ബലം ഉണ്ടാവുന്നു എന്നുള്ളത്. നെക്സ്റ്റ്, centrifugal force due to the earth rotation. Centrifugal force എന്ന് പറയുന്നത് ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, കറങ്ങുന്നുണ്ട് അല്ലേ. the motions of the earth. മൂവ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത്, എർത്ത് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഗ്രാവിറ്റേഷൻ പുള്ളൊക്കെ വരുന്ന സമയത്ത് ആ ഭാഗത്തേക്ക്, അതായത് ഫുൾ മൂൺ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള വാട്ടർ മൊത്തം അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. എർത്തിൻ്റെ റൊട്ടേഷൻ്റെ ഭാഗമായിട്ടുകൂടിയാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ 2 റീസൺസ് ആണുള്ളത്. ടൈഡ്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ പുൾ എക്സർട്ടഡ് ബൈ ദ മൂൺ ആൻഡ് ദ സൺ അലോങ് വിത്ത് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡ്യൂ ടു ദ എർത്ത് റൊട്ടേഷൻ. Okay, listen. Figure 5.4. Moon side A and opposite side B. A high tide near moon and next side B high tide. The centrifugal due to the earth rotation reason.
Tides are formed as a result of the gravitational pull exerted by the moon. A side moon, B side centrifugal force due to the earth rotation. D and C low tide. D and C, C and D low tide. The water level on the part of the facing the moon rises. The water level on the part of the moon rises. The rise in the water level due to the gravitational pull exerted by the moon leads to high tide. The water level on the part of the earth facing the moon rises. The rise in water level due to the gravitational pull exerted by the moon leads to the high tide. അതായത് മൂൺ സ്ഥിതി ചെയ്യുന്ന എ എന്ന് പറയുന്ന ഭാഗത്തും അതിന് നേരെ എതിർഭാഗമായുള്ള ബി എന്ന് പറയുന്ന ഭാഗത്തും എന്താണ് ഉണ്ടാകുന്നത്? ഹൈ ടൈഡ് ആണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്? ഫസ്റ്റ് റീസൺ, the earth facing the moon rises. The rise in the water level due to the gravitational pull exerted by the moon leads to high tide. You might have noticed that the water level at the opposite side also has risen. എന്തുകൊണ്ടാണ് ബി എന്ന് പറയുന്ന സൈഡിലൂടെ ഇത് പോകാൻ കാരണം, ഹൈ ടൈഡ് ഉണ്ടാകാൻ കാരണം? നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ എന്ന് പറയുന്ന സൈഡ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. The centrifugal force due to the earth rotation, the centrifugal force due to the earth rotation as the reason for the rise in water level here, part B. It can be seen that the water level goes down at places located 19 degrees D and C. It can be seen that the water level goes down at places located 90 degrees away from the places the tidal influences. Low tide. This is due to the draining of water towards the tidal region, C and D. The phenomenon of fall of water level is known as low tide. High tide and low tide. അതായത് സി ഡി എന്ന് പറയുന്ന സ്ഥലത്തുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു? ആകർഷണ ശക്തി കൂടുതലായിട്ടുള്ള എ എന്ന് പറയുന്ന സ്ഥലത്തും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് അങ്ങോട്ട് ഒഴുകി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എ എന്ന് പറയുന്ന സ്ഥലത്തും ബി എന്ന് പറയുന്ന സ്ഥലത്തും എന്തുണ്ടാവും? ഹൈ ടൈഡ് അനുഭവപ്പെടുന്നു. ഡി എന്ന് പറയുന്ന സ്ഥലത്തും സി എന്ന് പറയുന്ന സ്ഥലത്തും എന്തുണ്ടാവുന്നു? ലോ ടൈഡ് ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? നമുക്കിവിടെ ടൈഡ്സ് പിന്നെ എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഒന്നുകൂടെ നോക്കാം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. ചിത്രത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അതായത് രണ്ട് റീസൺസ് ആണുള്ളത്. ഒന്ന് മൂണാണ്. ഒരു എ എന്ന് പറയുന്ന സൈഡിൽ മൂണുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റൊട്ടേഷൻ്റെ ഭാഗമായിട്ടുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ടൈഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്തും ബി എന്ന് പറയുന്ന സ്ഥലത്തും രണ്ട് റീസൺസ് കൊണ്ട് ടൈഡ് ഉണ്ടാവുന്നു. ഒരു സ്ഥലത്ത് ദൂരെ ആയിട്ട് ആരൂടെ ഉണ്ടാവും? സണ്ണൂടെ ഉണ്ടാവും. അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ the water level on the part of the earth facing the moon rise in water level due to the gravitational pull exerted by the moon leads to high tide. The centrifugal force due to the earth rotation is the reason for rise in water level here. It can be seen the water level goes down at places located D and C from the places tidal influences. This due to the draining of water towards the tidal regions. The phenomenon of fall of water level is known as low tide. High tide, low tide ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലോ ടൈഡ് ഹൈ ടൈഡ് അല്ലേ? ഡിഫൈൻ ലോ ടൈഡ്, ഡിഫൈൻ ഹൈ ടൈഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇൻ അഡീഷൻ ടു ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി മൂൺ exerted by the sun also causes tides. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ പുള്ളും അതേപോലെ തന്നെ നമ്മുടെ മൂണിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ള് മാത്രമല്ല എന്തിന് റീസൺ? ഈ ടൈഡ്സിന് റീസൺ.
In addition to the gravitational pull of the moon, the gravitational pull exerted by the sun also causes the tides. Though the man is smaller than the moon is smaller than sun, its attraction is more powerful than that of the sun, since it is closer to the earth. നമുക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് മൂൺ ആയതുകൊണ്ട് മൂണിൻ്റെ നമ്മുടെ ഗ്രാവിറ്റേഷൻ പുള്ളാണ് എന്തിന് കാരണമാകുന്നത്, ഈ ടൈഡ്സിന് കാരണമാകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ മൂവ്മെൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. മൂവ്മെൻറ്റ്സിൽ വേവ്സിന് ഡീറ്റെയിൽസ്, വാട്ടർ സീ വേവ്സ്, ഫീച്ചേഴ്സ് ഓഫ് സീ വേവ്സ്, റീസൺസ് ഫോർ വേവ്സ്, some measures are taken to prevent damage and protect to the lives of people living in the coastal regions, and what you mean by tides, low tides, high tides are reasons. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കാം, സ്പ്രിംഗ് ടൈഡ്സും നീപ് ടൈഡ്സും പഠിക്കാം. അപ്പോൾ നന്നായിട്ട് ടെസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ഈ ചിത്രങ്ങളും ഈ ഫിഗർ 5.4 ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.